മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അടുത്ത ട്രീറ്റ്മെൻറ്റിനായി തോമസ് വൈദ്യരുടെ ക്ലിനിക്കിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് വിചാരിച്ച സാഗറിനെ അവിടെ വെച്ച് കാണാനിടയാകാണ് മഹാലക്ഷ്മിയും കണ്ണനും. എന്നിട്ട് സാഗറിനാണെങ്കിൽ ഇവരെ കാണുന്നതോടെ വല്ലാണ്ടാവുകയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്കുമാണ് സാഗറിനോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ സാഗറിനോടൊരു അകലം പാലിച്ചു നിൽക്കുകയാണ്. സാഗറിനാണെങ്കിലും അവരുടെ അടുത്ത് ചെന്നിട്ട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം, തെറ്റേറ്റ് പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് സാഗർ ഒന്ന് ഭയക്കുന്നുണ്ട്. എന്നാലും സാഗർ സാറേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ടാണെന്നെല്ലാം പറയാണ്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നത്, നന്നായി പോകുന്ന ഒരു സ്ഥാപനമാണിത്. കരുണയും ദയയുമുള്ളൊരു മനുഷ്യനാണ് തോമസ് സാറ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ചീറ്റ് ചെയ്യാനാണ് നീ ഇവിടെ കയറി പറ്റിയെന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുകയാണ്. സാഗർ പറയുന്നത്, നന്നായിട്ട് വളയം പിടിക്കാൻ അറിയും, അതുകൊണ്ട് ആരുടെയെങ്കിലും ഡ്രൈവറായിട്ട് കയറാമെന്ന് ഞാൻ മാർക്കോനോട് പറഞ്ഞിരുന്നു. മാർക്കോ ആണ് എനിക്ക് ഈ ജോലി സംഘടിപ്പിച്ച് തന്നതെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു, മാർക്കോ ഇപ്പം നിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞോ? ഇനി ഞാൻ ആർക്കും ഒരു ശല്യമാവില്ല എന്നും സാഗർ പറയുന്നുണ്ട്. നല്ലൊരു ശമ്പളം തന്നിട്ടാണ് സാർ എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്, അത് മതി എനിക്കും മഞ്ജുവിനും ജീവിക്കാനുള്ളതെന്നും സാഗർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇനി നിങ്ങൾക്ക് ശല്യമായിട്ട് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വരില്ല എന്നും സാഗർ പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊപ്പം മഞ്ജു വന്നതിന് ഒരിക്കലും സാറിൻ്റെ പെങ്ങളെ വെറുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നത്, അത് നന്നായിട്ട് അറിഞ്ഞത് ഞാനല്ലേ കണ്ണേട്ടാ എന്ന് പറയുന്നു. കണ്ണൻ പറയുന്നത്, നിന്നെയും മഞ്ജുവിനെ ഒരുമിപ്പിച്ചത് ആ മാർക്കോ ആണ്, അതുകൊണ്ട് അവൻ്റെ കൈകൊണ്ട് തീരാവുന്നുള്ള പണികളൊന്നും നീ ഒപ്പിച്ചേക്കരുതെന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും നീ മഞ്ജുവിനെ കരയിപ്പിച്ചാൽ ആങ്ങളെയായ ഞാനല്ല ചോദിക്കാൻ വരുന്നത്, ഇപ്പോൾ ആങ്ങളയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മാർക്കോ ആയിരിക്കും, അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് സാഗർ ആണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുകയും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ തന്നെ ഏട്ടത്തിക്കും ഏട്ടനും നമ്മളോടുള്ള വെറുപ്പും ദേഷ്യവും എല്ലാം മാറിക്കിട്ടുമെന്ന് മഞ്ജു പറയുകയാണ്. അതിന് സാഗരേട്ടൻ എല്ലാവരും മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം, അതുകൊണ്ട് തന്നെ സാഗരേട്ടൻ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാവുമ്പോൾ പിന്നെ സാഗരേട്ടൻ ആരുടെയും മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം മഞ്ജു പറയുന്നു. സാഗർ പറയുന്നു, അതൊന്നും വേണ്ട മഞ്ജു, പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് നിന്നെ നോക്കാനൊന്നും ഇനിയൊരു വണ്ടി വാങ്ങിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലും ഇല്ല എന്നും സാഗർ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതും സാഗരേട്ടൻ വിഷമിക്കേണ്ട, എനിക്ക് ആ മേഘനുമായിട്ടുള്ള കല്യാണ സമയത്ത് എനിക്ക് കണ്ണേട്ടനൊന്നും തന്നില്ലെങ്കിലും കരുണേട്ടത്തിൽ എനിക്ക് കുറച്ച് സ്വർണ്ണമെല്ലാം തന്നിരുന്നു, അതിപ്പോൾ ലോക്കറിലിരിപ്പുണ്ട്, അതെടുത്ത് പണയം വെച്ചിട്ടായാലും നമുക്കൊരു വണ്ടി വാങ്ങാമെന്ന് പറയുന്നു. അങ്ങനെ മഞ്ജുവിൻ്റെ ആഗ്രഹം പോലെ സാഗർ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ മഞ്ജു ആ സ്വർണ്ണമെടുത്ത് സാഗറിന് കൊടുക്കുന്നുണ്ട്. സാഗറാണെങ്കിൽ അത് പണയം വയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് സ്വർണ്ണമെല്ലാം ഉരച്ച് നോക്കുമ്പോൾ അത് മുക്കുബണ്ഡമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ശേഷം സാഗറിനെ അവർ പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ഇതറിയുന്ന മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കരുണേട്ടത്തി ഇത്രയും വലിയ ചതിയാണല്ലോ എന്നോട് ചെയ്തത്, എല്ലാ സ്ഥലത്തും ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാലോചിച്ച് മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ കരുണയെ കാണാൻ വേണ്ടി മഞ്ജു കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും വലിയ ചതി ഏട്ടത്തി എന്നോട് ചെയ്യരുതായിരുന്നു, ഞാൻ ഏട്ടത്തിയോട് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നെല്ലാം പറഞ്ഞ് കരുണയോട് പറയുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ സാഗറേട്ടൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്, എനിക്ക് എൻ്റെ സാഗറേട്ടനെ രക്ഷിക്കണം, നിരപരാധിയായ എൻ്റെ സാഗറേട്ടനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഞാനൊരു മുക്കുബണ്ടവും നിനക്ക് തന്നിട്ടില്ല, എൻ്റെ സ്വർണ്ണമാണ് നിനക്ക് തന്നതെന്നെല്ലാം പറഞ്ഞ് വാദിക്കുകയാണ്. അങ്ങനെ മഞ്ജുവും കരുണയും കൂടി നല്ലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. അതിൽ ഉണ്ണി ഇടപെടുന്നുണ്ട്. ഉണ്ണി എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഇങ്ങടേക്കൊക്കെ വന്നു പോലെ ഇറങ്ങി പോകാൻ പറഞ്ഞ് മഞ്ജുവിനെ ആട്ടി വിടുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ഈ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.